കോതമംഗലം ഒരു സേഫ് സീറ്റ് അല്ലെന്ന വോട്ടെണ്ണൽ ദിവസം LDF, UDF മുന്നണികൾക്ക് മനസ്സിലാകുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ് ജോൺ KCV ന്യൂസിനോട് പറഞ്ഞു. NDA മുന്നോട്ട് വെച്ച ആശയങ്ങൾ യുവജനത ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യൂ എന്ന BJP മുന്നോട്ട് വച്ച മുദ്രാവാക്യം യുവാക്കളും കന്നി വോട്ടർമാരും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരുന്നുവെന്നും അതിന്റെ പ്രതിഫലനമാണ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവെന്നും BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ് ജോൺ KCV ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും അധികം വോട്ടർമാർ, പ്രത്യേകിച്ച് യുവാക്കളും അതോടൊപ്പം തന്നെ കന്നി വോട്ടർമാരും അവരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള NDA മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ജനം ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ പുതുതലമുറ ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളത്. കോതമംഗലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മെയ് 4-ാം തീയതിയോടുകൂടി ഇടത് വലത് മുന്നണികൾക്ക് വ്യക്തമായി മനസ്സിലാകും കോതമംഗലം എന്ന് പറയുന്നത് ഒരു സേഫ് സീറ്റ് അല്ല എന്നുള്ളത്. ഇരു കൂട്ടർക്കും ഒരു സേഫ് സീറ്റ് അല്ല എന്നുള്ളത് വ്യക്തമാകും. അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ എമ്പാടും ഇനി ഒരു സേഫ് സീറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തീരെഴുതിയ സീറ്റ്, വലതുപക്ഷത്തിന് തീരെഴുതിയ സീറ്റ് എന്ന് പറയുന്ന ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലം ഉണ്ടാകില്ല. കാരണം അവിടെയെല്ലാം വ്യക്തമായ BJPയുടെ തേരോട്ടം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 20 സീറ്റുകളിൽ പാർട്ടിക്ക് വിജയപ്രതീക്ഷയുണ്ടെന്നും സംസ്ഥാനത്ത് BJPയുടെ ഒരു തേരോട്ടം തന്നെ ഉണ്ടാകുമെന്നും സൂരജ് ജോൺ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.